ഓം ശാന്തി. അവ്യക്ത സന്ദേശം. ബാബയുടെ അടുത്തേക്ക് വചനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. ബാബയുടെ അടുത്ത് പല കുട്ടികളുടെയും സങ്കല്പമാകുന്ന ഓർമ്മകൾ എത്തിച്ചേരുന്നു. അനേകം പ്രകാരത്തിലുള്ള സങ്കല്പങ്ങൾ, അനേകം പ്രകാരത്തിലുള്ള ഓർമ്മകൾ ബാബയിൽ എത്തിച്ചേരുമ്പോൾ ബാബയും കുട്ടികളെ ആ സങ്കല്പമനുസരിച്ച്, ഓർമ്മയനുസരിച്ച് എമർജ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഏതെല്ലാം സഹോദരീ സഹോദരന്മാരുടെ ഓർമ്മയാണോ ഉണ്ടായിരുന്നത്, അത് ബാബയ്ക്ക് നൽകിയപ്പോൾ ബാബ പറഞ്ഞു. ബാബയും ഇന്ന് നോക്കുകയാണ് വചനത്തിൽ ബാബയുടെ അടുക്കൽ എത്ര സ്ഥാനങ്ങളിൽ നിന്നും എത്ര പ്രകാരത്തിലാണ് ബാബയുടെ അടുക്കൽ ഭോഗിൻ്റെ താലങ്ങൾ വരുന്നത്. ചിലർ വളരെ സ്നേഹത്തോടെയായിരിക്കും, ചിലർ അവരുടെ മനസ്സിൽ വളരെയധികം സങ്കല്പങ്ങളുണ്ടാകും, വിചാരങ്ങളുണ്ടാകും. ആ ഓർമ്മകളോട് കൂടിയാണ് ഭോഗ് വയ്ക്കുന്നത്. ബാബ പറഞ്ഞു, ഏത് സങ്കല്പം ഉണ്ടായിരുന്നാലും, ഏത് പ്രകാരത്തിലുള്ള ഓർമ്മ ആയിരുന്നാലും ബാബ തൻ്റെ കുട്ടികളുടെ ആ ഓർമ്മകളെ തൻ്റെ ശക്തിയുടെ ആധാരത്തിൽ തന്നിൽ ഉൾക്കൊള്ളുന്നു. ബാബ പറഞ്ഞു, ബാബ കാണുകയാണ്, ലോകത്തിലായാലും ബ്രാഹ്മണ പരിവാരത്തിലായാലും പല കുട്ടികളും പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞു, ആരാണോ ദേവതാകുലത്തിലെ ആത്മാക്കൾ, ഈശ്വരീയ പരിവാരത്തിലെ ആത്മാക്കൾ, അവരെല്ലാം സൃഷ്ടിയിൽ എത്തിക്കഴിഞ്ഞു. ബാക്കി ആത്മാക്കൾ ഇപ്പോഴും പരംധാമത്തിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം താഴെ നിന്നും പോകുന്നതിനുള്ള ഗേറ്റ് ഇപ്പോൾ വരെയും തുറന്നിട്ടില്ല, പാസ് ലഭിച്ചിട്ടില്ല. അപ്പോൾ ബാബ പറഞ്ഞു, ബ്രാഹ്മണ കുട്ടികളും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരും തൻ്റെ പുതിയ ലോകത്തിൻ്റെ സേവനത്തിന് നിമിത്തമായി, കാര്യത്തിന് നിമിത്തമായി എത്ര മുന്നേ പോകുന്നുവോ അപ്പോൾ വളരെ തീവ്രതയോടുകൂടി പുതിയ ലോകത്തിൻ്റെ തയ്യാറെടുപ്പുകളും ഉണ്ടാകണം. ബാബ പറഞ്ഞു, ബാബയുടെ അടുക്കൽ കുട്ടികളുടെ അനേകം പ്രകാരത്തിലുള്ള ഓർമ്മകൾ, അനേകം സങ്കല്പങ്ങൾ നിറഞ്ഞ ഓർമ്മകൾ, പല രൂപത്തിലുള്ളവ എത്തിച്ചേരുന്നു. ബാബ പറഞ്ഞു, ഏത് കുട്ടിയുടെ സങ്കല്പം എന്താണോ അത് പൂർത്തീകരിക്കുവാൻ ബാബ ബന്ധനസ്ഥനാണ്. ബാബ പറഞ്ഞു, അതുകൊണ്ട് ബാബ സദ്ഗുരുവാരിൻ്റെ ദിവസത്തിൽ വിശേഷിച്ച് കുട്ടികളുടെ ഓർമ്മകളെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നു. ബാബ ഇത്രയും സന്ദേശം കേൾപ്പിച്ചു. ബാബയുടെ മുന്നിൽ ഭോഗ് വച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും പല ആത്മാക്കളുടെയും വിശേഷ ഭോഗായിരുന്നു. ബാബയുടെ മുന്നിൽ അവരുടെ ഓർമ്മകൾ നൽകി. ബാബയും ആ കുട്ടികളെ, ആ ആത്മാക്കളെ തൻ്റെ മുന്നിൽ എമർജ് ചെയ്ത് വളരെ സ്നേഹപൂർവം ഭോഗ് സ്വീകരിപ്പിച്ചു. ബാബ പറഞ്ഞു, കുട്ടികളുടെ ലാസ്റ്റിലെ സങ്കല്പം എന്താണോ, ബാബ കുട്ടികളുടെ ആ സങ്കല്പത്തെയും പൂർത്തീകരിക്കുന്നു. ബാബ എല്ലാവരെയും ഭോഗ് സ്വീകരിപ്പിച്ച ശേഷം അവരെ മെർജ് ചെയ്തു. പിന്നെ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും, അവർ എവിടെയായാലും ഏത് സ്ഥാനത്ത് ഇരിക്കുന്നവരായാലും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകി. എല്ലാവർക്കുമുള്ള സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.